ഇൻസ്പെക്റ്റ് എടുക്കാം. ഇൻസ്പെക്റ്റ് എടുത്തതിന് ശേഷം ഈ ഒരു ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഓരോ ഡിവൈസിലും ഉണ്ടോ ഏത് രീതിയിലുണ്ടാവണമെന്നില്ല. ഇപ്പോൾ ഇത് എന്താണ് റെസ്പോൺസീവ് ഡിസൈനിങ് എന്ന് നോക്കാം. നമുക്ക് ജസ്റ്റ് താഴെ പോയാൽ നമുക്ക് കാണാം ഒരു വീഡിയോ. അതായത് ഫോണിൻ്റെ സൈസിലാണ് ഇപ്പോൾ ഉള്ളത്. ജസ്റ്റ് ഇൻക്രീസ് ചെയ്ത് പോകുന്നുണ്ട് ആ സൈസ്. അപ്പോൾ ഓരോ ഡിവൈസിലും നമ്മൾ ആ ഡിസൈൻ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് കീപ്പ് ചെയ്യണം. എന്നാൽ മാത്രമേ ഒരു റെസ്പോൺസീവ് ആവും. ഓക്കെ, ഒന്നാമത്തെ നമുക്ക് റെസ്പോൺസീവ് ഡിസൈനിങ് പറയാൻ പറ്റും. ഇപ്പോൾ ഈ സൈറ്റ് എടുത്താൽ തന്നെ കാണാതുണ്ട മൊബൈലിൽ പോകുമ്പോൾ ചേഞ്ച് ആയി ആ ഒരു സൈറ്റിൻ്റെ ഒരു ഇത്. നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഇതുപോലത്തെ സൈറ്റ് എടുക്കാം. ഓക്കെ, ഇതിപ്പോൾ ഈ രീതിയിലാണ് ഉള്ളത്. ജസ്റ്റ് ഇനി മൊബൈലിൻ്റെ രീതിയിലേക്ക് പോകുമ്പോൾ താഴെ. ഓക്കെ, ഇതാണ് റെസ്പോൺസീവ് ഡിസൈനിങ്ങിൻ്റെ വ്യത്യാസം. ഈ മെനു ബാർ ഉണ്ടോ ഇങ്ങനെയാണുള്ളത്. ഈ റെസ്പോൺസീവ് ഡിസൈനാക്കാൻ നമുക്ക് കുറേ CSS ഫ്രെയിം വർക്ക് ഉണ്ട്. അതായത് നമ്മൾ ചെയ്യുന്ന റെസ്പോൺസീവ് ആക്കുന്ന മാനുവലായിട്ട് മീഡിയ ക്വറീസുള്ള എഴുതി ഓരോ ബ്രേക്ക് പോയിൻറ്റ്സും എഴുതി തയ്യാറാക്കിയാൽ മാത്രമേ ഓരോ സൈസിലും ഇന്ന ഡിസൈൻ വരണം, ഓരോ സൈസിലും ഇന്ന ഡിസൈൻ വരണമെന്ന് നമ്മൾ മാനുവലായിട്ട് എഴുതണം. അപ്പോൾ അതിന് പകരം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് CSSൻ്റെ പല ലൈബ്രറീസ് ഉണ്ട്, അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒന്നാണ് ബൂട്ട്സ്ട്രാപ്പ്. ഭയങ്കര ഫേമസ് ആണ് ബൂട്ട്സ്ട്രാപ്പ്. ഓക്കെ, ബൂട്ട്സ്ട്രാപ്പിൻ്റെ ഇപ്പോൾ 5.3 എന്നുള്ള വേർഷനാണ് ഇപ്പോൾ ഉള്ളത്, ലേറ്റസ്റ്റ് വേർഷൻ. ഓക്കെ, പിന്നെ അതുപോലെ ടൈവിൻ സീസ് ഉണ്ട്, പിന്നെ മെറ്റീരിയലൈസ് ഉണ്ട്. ഇത് 3 എണ്ണം മാത്രമല്ല, ഇഷ്ടംപോലെ CSS ഫ്രെയിം വർക്ക്സ് ഉണ്ട്, യൂസ് ചെയ്യാം. ഓക്കെ, തായ്വാൻ്റെ കുറച്ചും കൂടി ഒരു നല്ലൊരു ലുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളതിലുള്ള ഇപ്പോൾ മൊബൈലും ലാപ്ടോപ്പും മാത്രമല്ല, അതിൻ്റെ ഇടയ്ക്കുള്ള ഡിവൈസും ഉണ്ടാവും. ഓക്കെ, ജസ്റ്റ് കാണിക്കാം. ഇൻസ്പെക്റ്റ് എടുക്കാം. ഇൻസ്പെക്റ്റ് എടുത്തതിന് ശേഷം ഈ ഒരു ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഓരോ ഡിവൈസിലും ഉണ്ടോ ഏത് രീതിയിലുണ്ടാവണമെന്നില്ല. ഇപ്പോൾ ഇത് മൊബൈൽ സ്മോൾ മൊബൈലിൽ, ഇത് കുറച്ച് ഒരു മീഡിയം സൈസുള്ള മൊബൈലിൽ, ഇതൊരു ലാർജ് സൈസുള്ള മൊബൈലിൽ. അപ്പോൾ മൊബൈലിൽ തന്നെ 3 ഇത് വന്നു. ഓക്കെ, ഇനി ടാബ്ലറ്റിൽ, ഓക്കെ, ലാപ്ടോപ്പിൻ്റെ ലാർജ് ഉണ്ട്. അത് കഴിഞ്ഞാൽ 4K TV വരുന്നുണ്ട്. വേണ്ട, 4K TVയിൽ ഈ ഒരു ടെക്സ്ചറും വളരെ ചെറുതാണ്. അപ്പോൾ ഈ ഒരു ഡിസൈൻ 4K TVയിൽ അത്ര നല്ലതല്ല. ഓക്കെ, ഇപ്പോൾ മൊബൈൽ നമ്മൾ പറഞ്ഞില്ലേ, ഈ മൊബൈലിൽ തന്നെ ഈ പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും മോഡും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതും നമുക്ക് റെസ്പോൺസീവ് ആക്കിയിട്ട് ചെയ്യാൻ പറ്റും. അതിന് യൂസ് ചെയ്യുന്നതാണ് മീഡിയ ക്വറീസ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് മീഡിയ ക്വറി യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. ജസ്റ്റ് VS കോഡ് ഓപ്പൺ ആക്കാം. VS കോഡ് 3 തരത്തിൽ ഓപ്പൺ ആക്കുന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് പാർട്ട് 3, പാർട്ട് 4, പാർട്ട് 5 വീഡിയോസിലാണെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് അത് കാണാം. ഫസ്റ്റ് മുതലേ വെബ് ഡിസൈനിങ് കണ്ട ഒരാൾക്ക് ഒരു നല്ലൊരു സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനെ റെസ്പോൺസീവ് ആക്കാനുള്ള ക്ലാസ്സാണ് ഇത്. അപ്പോൾ ഫസ്റ്റ് മുതലേ ഉള്ളത് വീഡിയോസ് കാണാം. ഓപ്പൺ ഫോൾഡർ കൊടുക്കാം. അതിനുശേഷം ഈ ഡ്രൈവിലാണ് ഞാൻ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഏത് ഡ്രൈവാണോ അതെടുക്കാം. ഓക്കെ, അതിനുശേഷം ഞാൻ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, തൽക്കാലം പേരൊന്നും കൊടുക്കുന്നില്ല, ഡിഫോൾട്ടായിട്ടുള്ള ആ ഒരു നെയിമിൽ തന്നെ സേവ് ചെയ്തു. സേവ് ചെയ്തല്ല, ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് index.html ഫസ്റ്റ് HTML ഫയൽ index.html തന്നെ കൊടുക്കണം. ഓക്കെ, എൻ്റർ പ്രസ് ചെയ്യുന്നു. ശേഷം ഓക്കെ, ജസ്റ്റ് ഒരു പാരഗ്രാഫ് ടാഗഡ് അതിൽ ലോറം കണ്ടൻറ്റ് ചെയ്താൽ. ഓക്കെ, ജസ്റ്റ് Ctrl+C അടിച്ച് കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. വെബ്സൈറ്റിൽ കുറച്ച് കണ്ടൻറ്റ് വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ ഒരു ഹെഡിങ് കൊടുക്കാം. ഒരു H2ൽ hello world.
ഓപ്പൺ വിത്ത് ലൈവ് സെർവർ കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ജസ്റ്റ് എക്സ്റ്റൻഷനിൽ പോവാം. ഇതിനകത്ത് ലൈവ് സെർവർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇവിടെ കാണിക്കുന്നത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ്. ലൈവ് സെർവർ ഈ ഒരു ഐക്കണില്ല ലൈവ് സെർവർ, അതായത് ജസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഇവിടെ ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അത് പ്രസ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. അതുപോലെ വേറെ എക്സ്റ്റൻഷൻസ് ഉണ്ട് യൂസ്ഫുൾ ആയിട്ടുള്ള. ഓട്ടോ റീനെയിം ടാഗ് ഭയങ്കര യൂസ്ഫുള്ളാണ്, ജസ്റ്റ് കാണിക്കാൻ. അപ്പോൾ ഈ ഒരു ടാഗ് ഇവിടെ ഞാൻ H2 മാറ്റി H3 ആക്കി, H4 ആക്കി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ മാറും. അതാണ് ഓട്ടോ റീനെയിം ടാഗിൻ്റെ യൂസ്. ഓക്കെ, നമുക്കിത് H2 തന്നെ ആക്കാം. ഓക്കെ, ഇനി ലൈവ് സെർവറിൻ്റെ യൂസ് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യാം, ഓപ്പൺ വിത്ത് ലൈവ് സെർവർ കൊടുത്തു കഴിഞ്ഞാൽ ക്രോമിൽ ഓപ്പണായി വരും. ഇല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി പാത്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് എടുക്കണം. ഇതാകുമ്പോൾ വേറെ യൂസ് ഉണ്ട്. ജസ്റ്റ് നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ജസ്റ്റ് എന്തെങ്കിലും എഡിറ്റ് പറ്റിയേക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാ ഓട്ടോമാറ്റിക് റീലോഡ് ചെയ്തു സൈറ്റ്. ഇല്ലെങ്കിൽ നമ്മളിവിടെ വന്ന് ഈ ബട്ടൺ പ്രസ് ചെയ്ത് ടൈം കളയേണ്ടി വരും. ഓക്കെ, ആ ഒരു മടി കാരണമാണ് ഈ ഒരു എക്സ്റ്റൻഷൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേ. ഓക്കെ, ജസ്റ്റ് style.css ക്രിയേറ്റ് ചെയ്യാം. അത് ലിങ്ക് ചെയ്യുന്നു, CSS. ഓക്കെ, CSS ലിങ്ക് ആക്കി. ഓക്കെ, ഇനിയിപ്പം മൊബൈലിൽ വരുമ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ത് ചെയ്യണം? ബ്ലാക്ക് ആകുമ്പോൾ രസം ഉണ്ടാവില്ല, ടെക്സ്റ്റും ഇതും ബ്ലാക്ക് ആയാലും ഒന്നും കാണുമല്ലോ. ജസ്റ്റ് ഒരു ലൈറ്റ് ബ്ലൂ കളറാക്കാം. ഓക്കെ, മീഡിയ ക്വറി എങ്ങനെ എഴുതുന്നത് നോക്കാം നമുക്ക്. ജസ്റ്റ് @media അതിനുശേഷം ബ്രാക്കറ്റ് കൊടുക്കാം. മാക്സ് വിഡ്ത്ത് ഒരു ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ഇൻസ്പെക്റ്റിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. മാക്സ് വിഡ്ത്ത് 320 കൊടുക്കുക. അതായത് 320 ഇതിന് താഴെ വരുമ്പോൾ നമുക്ക് എന്ത് വേണം? ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു ലൈറ്റ് ബ്ലൂ കൊടുക്കാം. ഓക്കെ, മാക്സ് വിഡ്ത്ത് 320 പിക്സലാണ് ടൈമിൽ. ഇതിൻ്റെ ബോഡിക്കാണ് സ്റ്റൈൽ കൊടുക്കുന്നത്. ബോഡിയുടെ ബാക്ക്ഗ്രൗണ്ട് കളർ ലൈറ്റ് ബ്ലൂ കൊടുക്കാം. ഓക്കെ, സ്റ്റൈൽ അപ്ലൈ ചെയ്ത് കാണാമല്ലോ. ഓക്കെ, ഇപ്പം മൊബൈലിൽ തന്നെ ഈ ഒരു സ്മാളും ലാർജും മീഡിയം എല്ലാം ഉണ്ട്. അത് ജസ്റ്റ് 425 കൊടുക്കാം നമുക്ക്. അതാകുമ്പോൾ ആ 3 മൊബൈലെല്ലാം സ്മാളും മീഡിയം ലാർജിനും ഒരേ സ്റ്റൈലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ടാബ്ലറ്റ് വ്യൂവിൽ നമുക്ക് വേറെ കളർ കൊടുക്കാം. മീഡിയ മാക്സ് വിഡ്ത്ത് 768 അല്ലേ? 768. ഓക്കെ, 768 പിക്സലാണ്. ഓക്കെ, അതിനുശേഷം അതിൻ്റെ ബോഡി ടാഗിന് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് കളർ ലൈറ്റ് കളർ കൊടുക്കാം. ഓക്കെ, ഇനി നോക്കുക, ഒരു പ്രശ്നമുണ്ട് ഇതിന്. മൊബൈലിലായാലും സെയിം കളറായി. കാരണം അതായത് ഈ ഒരു എന്താ പറയുക, ടാബ്ലറ്റ് ഏറ്റവും ടോപ്പിൽ എഴുതണം. അതിനുശേഷം ചെറിയ ഡിവൈസിലേക്ക് ആ രീതിയിൽ വേണം സ്റ്റൈൽ എഴുതി വരാൻ. ഓക്കെ, ഇനിയിപ്പോൾ മൊബൈലിൽ പോയാൽ കാണാം സ്റ്റൈൽ അപ്ലൈ. ഓക്കെ, ഇതുപോലെ നമുക്ക് ഈ ഒരു ടൈമിൽ മൊബൈൽ വ്യൂവിൽ ഈ ഒരു ഹെഡിങ്ങിൻ്റെ സൈസ് കൂട്ടണം, ഫോണ്ട് സൈസ്. അപ്പോൾ ഹെഡിങ് ഇത് H2 ടാഗാണ്. ഓക്കെ, മൊബൈലിൽ മാത്രമാണ്. അപ്പോൾ H2 ടാഗിൻ്റെ എന്ത് പറയുന്നത്, ഫോണ്ട് സൈസ് നമുക്ക് ഒരു 46 പിക്സൽ കൊടുക്കും. ഓക്കെ, വലുതായില്ലേ? മൊബൈലിൽ ആ ഒരു ടെക്സ്റ്റ് വലുതായി. ഇനിയിപ്പോൾ മൊബൈലിൽ ഇതിൻ്റെ കളർ വൈറ്റ് ആക്കണം എന്ന് വിചാരിക്കാം. ജസ്റ്റ് കളർ
വൈറ്റ്. ഓക്കെ, ഈ രീതിയിൽ ചെയ്യാം. ഇപ്പോൾ നിങ്ങളൊരു ചെറിയൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു മൊബൈൽ വ്യൂവിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, സ്റ്റൈൽ ചെയ്ത് മൊബൈൽ വ്യൂവിലേക്ക് കൊണ്ടുവന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഫ്ലെക്സ് എല്ലാം കൊടുത്ത് ചെയ്യാം. അപ്പോൾ നമ്മളന്ന് ചെയ്ത് ഡിബ് ഡോട്ട് കണ്ടെയ്നർ കൊടുക്കാം. നമുക്ക് കണ്ടെയ്നറിനകത്ത് 3 ഡിബ് കൊടുക്കാം. 1 2 3. ഓക്കെ, എല്ലാം ക്ലാസ് വെച്ച് ചെയ്യാൻ പറ്റിയ ഒന്നും ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ID വെച്ച് ചെയ്തെല്ലാം. ഓക്കെ, ഓക്കെ, ഇപ്രാവശ്യം നമ്മൾ ID വെച്ചിട്ടാണ് സ്റ്റൈൽ ചെയ്യുന്നത്. നോക്കാം. 3 ID വെച്ച്. ID ആകുമ്പോൾ നമ്മൾ ഹാഷ് ഇട്ടിട്ടാണ് സ്റ്റൈൽ ചെയ്യുക. ഓക്കെ, ഹാഷ് 1 വിഡ്ത്ത് 100 പിക്സൽ, ഹൈറ്റ് 100 പിക്സൽ. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കളറ് എടുക്കാം, ഒരു ലൈറ്റ് കോറൽ. ഇനി അടുത്ത 2 നമ്മൾ സ്റ്റൈൽ ചെയ്യും. ഓക്കെ, വിഡ്ത്ത് 300 പിക്സൽ, ഹൈറ്റ് 300 പിക്സൽ, ബാക്ക്ഗ്രൗണ്ട് കളറ് ലൈറ്റ് കളർ തന്നെ കൊടുക്കാം. ഓക്കെ, 3 വിഡ്ത്ത് പിക്സൽ, ഹൈറ്റ് 300 പിക്സൽ, background color. Okay, മൊബൈലിൽ ഉണ്ടോ ഈ ഒരു അവസ്ഥയിലാണുള്ളത്. മൊബൈൽ കുറച്ചും കൂടി ചെറുതാകുമ്പോൾ ഈ ഒരു അവസ്ഥ. ഇത് ഓക്കെയാണ്, ഈ ഒരു വ്യൂ ഓക്കെയാണ്. ഓക്കെ, നമ്മളിത് ഫ്ലെക്സ് വെച്ചിട്ട് നമ്മൾ സ്റ്റൈൽ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കണ്ടെയ്നറിന് ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുക്കാം. കണ്ടെയ്നർ എന്നുള്ളത് എന്താണ് നമ്മൾ എഴുതിയത്? ക്ലാസ് വെച്ചാണ്, അതാണ് ഡോട്ട് എഴുതിയത്. ബാക്കിയെല്ലാം ID വെച്ചാണ്. ഓക്കെ, ഡോട്ട് കണ്ടെയ്നർ ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുക്കുന്നു. ഓക്കെ, ആദ്യം നമ്മൾ ലാപ്ടോപ്പിലും ഒന്ന് സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ജസ്റ്റിഫൈ കണ്ടൻറ്റ് സ്പേസ് അറൗണ്ട് കൊടുത്തു. ഓക്കെ, സ്പേസ് അറൗണ്ട് കൊടുത്തു. ഇതുപോലെ ഫ്ലെക്സ് ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി? സെയിം നേരത്തെ കണ്ട പോലെ ഒന്ന് റോ. ഈ റോ ആയിരിക്കും ഡിഫാൾട്ടായിട്ട് ഉണ്ടാവുക. നമുക്ക് കോളം വേണ്ടത് ഇതിലാണ്, മൊബൈൽ വ്യൂവിലാണ്. ഓക്കെ, ടാബ്ലറ്റിൽ ഓക്കെ അല്ല. ഓക്കെ, ടാബ്ലറ്റ് വ്യൂവിൽ ഓക്കെ അല്ല, അത് സെയിം കളറായ കൊണ്ടാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഈ കളർ നമുക്ക് ജസ്റ്റ് മാറ്റാം. ഈ റോൾ നോക്കാം. ഓക്കെ, അയ്യോ ഇത് ഭയങ്കര കളറായിപ്പോയി. ഒട്ടും കളർ സെൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ രീതിയിൽ ഡിസൈനായി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കളർ സെൻസ് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ക്യാൻവാ കളേഴ്സ് ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള കളേഴ്സ് എല്ലാം കിട്ടും. ജസ്റ്റ് കളർ പ്ലേറ്റ് ജനറേറ്റർ ഉണ്ട്. ഇത് നിങ്ങൾക്ക് വേണ്ടി ഇമേജ് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഒരു കളർ തരും. അപ്പോൾ മാച്ചിങ് ആയിട്ടുള്ള നമുക്ക് ഡിസൈൻ എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഓരോ ഇമേജിനും മാച്ചിങ് ആയിട്ടുള്ള കളേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ കോഡ്, കളർ കോഡ്. ഓക്കെ,
കളർ പ്ലേറ്റ് ഐഡിയാസ് ഉണ്ട്. ഓക്കെ, ഓരോ കളർ പ്ലേറ്റ് ആയിട്ട് കിട്ടും നമുക്ക്. ഇത് PDF ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, കളേഴ്സിൻ്റെ PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിതല്ല. ഓക്കെ, കളർ പ്ലേറ്റ് അല്ല, കളർ വീലിലാണ്. നമ്മളിപ്പോൾ കളറ് സെലക്ട് ചെയ്തു. അതിന് ശേഷം ഉണ്ട് എക്സ്പോർട്ട് പാലറ്റ് ഉണ്ട്. അതിന് ശേഷം PDF കൊടുത്തു കഴിഞ്ഞാൽ PDF ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് കളേഴ്സിനെ പറ്റി പറഞ്ഞപ്പോൾ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ടാബ്ലറ്റ് വ്യൂ ഒക്കെ ആണ്, ഡെസ്ക്ടോപ്പ് വ്യൂ ഒക്കെയാണ്. മൊബൈൽ കണ്ടു, മൊബൈലിൽ നമുക്ക് ഈ ഒരു വ്യൂ ആണ്. അത് മൊബൈലിൻ്റെ മീഡിയ ക്വയറി എടുക്കാം. ഓക്കെ, ഇതാണ് കണ്ടെയ്നറിൻ്റെ സ്റ്റൈലാണ് നമുക്ക് മാറ്റേണ്ടത്. ഡോട്ട് കണ്ടെയ്നർ. ഓക്കെ, അതിൻ്റെ അകത്ത് നമുക്ക് എന്താ മാറ്റേണ്ടത്? ഫ്ലെക്സ് ഡയറക്ഷൻ എന്താ എടുക്കാം? കോളം കൊടുക്കണം. ഫ്ലെക്സ് ഡയറക്ഷൻ കോളം. ഓക്കെ, മൊബൈലിലേക്ക് വരുമ്പോൾ കോളമായി. ഇതൊന്ന് സെൻറ്ററിലേക്ക് വെക്കണം. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് അലൈൻ ഐറ്റം സെൻറ്റർ. ഓക്കെ, സെൻറ്ററിൽ വന്നു. ഇങ്ങനെ നമുക്ക് മൊബൈൽ വ്യൂ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ഓരോ എന്താ വേണ്ടത് സ്പേസിങ് ആണെങ്കിൽ ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ.